ഫാസിൽ തന്നെ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറഞ്ഞ സിനിമ അതുണ്ടാവുന്നത്, അതിന് ഒരു സിനിമ അടുത്തതായി ഒരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹമൊക്കെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നു. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളുണ്ട്. ഒരു ഭാഗത്തുകൂടി ആ പരിശ്രമങ്ങൾ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വീട്ടിൽ നിന്ന് യാദൃശ്യമായി വീട്ടിനകത്ത് നിന്ന് കേട്ട ഒരു ഡയലോഗ്, ആ ഡയലോഗാണ് ശരിക്കും ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറഞ്ഞ സിനിമയുടെ തുടക്കമെന്ന് പുള്ളി തന്നെ മുമ്പ് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഈ ഒരു ആശയം, എന്തായിരുന്നു അതിൻ്റെ ഒരു കാര്യങ്ങൾ? നമസ്കാരം. എനിക്ക് ആദ്യം ടൈറ്റിലാണ് കിട്ടിയത്, ഫെമിനിച്ചി ഫാത്തിമ എന്നുള്ളത്. അപ്പോൾ അതിലൊരു കൗതുകം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് വെച്ചിട്ടാണ് പിന്നെ ഒരു സ്ക്രിപ്റ്റ് എഴുതിയതൊക്കെ പുതിയത്. അപ്പം ഞാനത് വേറൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ദിവസം എൻ്റെ പെങ്ങളെ വീട്ടിൽ നിൽക്കാൻ പോയിട്ട് ഞാൻ രാവിലെ കേൾക്കുന്ന 2 ഡയലോഗ്, അതായത് ഞാൻ കിടക്കുകയാണ്, താത്ത കുട്ടീനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. അത് മൂത്രം തട്ടിക്കാണി കൊണ്ടിരിക്കുന്ന ബെഡായിരുന്നു. ഞാൻ അതിൻ്റെ മണം പോകില്ല എന്നിട്ട് ബെഡിൽ മൂത്രം ഒഴിച്ചതിന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതാണ് ഞാൻ കേൾക്കണത്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരു കണക്ഷൻ തോന്നി. ആ ഡയലോഗ് ഭയങ്കര പെയിൻഫുള്ളായിട്ട് തോന്നി. പിന്നെ ഞാൻ പുറത്ത് വന്ന സമയം കാണുന്നത് താത്ത ഈ ബെഡൊക്കെ ചുമന്ന് പുറത്ത് കൊണ്ടുവരുന്നത് അങ്ങനെ. അപ്പോൾ അപ്പോഴും ഇതൊരു സിനിമയ്ക്കുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഡയലോഗ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. പിന്നെ ഈ ടൈറ്റിലും ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് വെച്ച് ഞാനൊരു കഥ എഴുതി. അപ്പോൾ ഞാൻ കഥ എഴുതുമ്പോൾ പോലും ആ എഴുത്തിലാണ് സിനിമയായിട്ട് വളർന്നത്. ആ സിനിമ മുന്നേ ഈ കണ്ടൻറ്റ് സിനിമ അല്ലെങ്കിൽ ഇത് പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എഴുതി തുടങ്ങുമ്പോൾ അതിനോടൊപ്പം വളർന്നതാണ് സിനിമ. പിന്നെ അവസാനം ഞാൻ എത്തുമ്പോഴും എനിക്കൊരു പോയിൻ്റ് കുറവുണ്ടായിരുന്നു. ഇത് സിനിമയുടെ ഒരു സാധ്യത ആക്കാനുള്ള ഒരു പോയിൻ്റ് എനിക്ക് കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഷൂട്ടിൻ്റെ ലാസ്റ്റ് ഡേ ആണ് അങ്ങനത്തെ ഇൻസിഡൻറ്റ്, വേറെ ഇൻസിഡൻറ്റ് ഒരു സംഭവം കിട്ടുന്നത്. അങ്ങനെയാണ് ഇത് കറക്റ്റ് പ്രോസസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ.